അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകം വിശദീകരിക്കുന്ന കിബിരിയത്തുൽ അഹ്മർ എന്ന ഇബ്നു അറബി ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിലെ ആമുഖമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇമാം ഖുതുബ് ഷഅറാനി ആരാണ്, ഇബ്നു അറബി തങ്ങൾ ആരാണ്, അവരുടെ വിജ്ഞാന ലോകം എന്താണ്, അവരെങ്ങനെയാണ് ഈ ആത്മീയ ലോകത്തേക്ക് കടന്നു വന്നത് എന്നുള്ളതൊക്കെ, എങ്ങനെയാണ് അവർ ഈ വിജ്ഞാനം ലോകത്തേക്ക് ചൊരിച്ചു തന്നത്, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെയായിരുന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി നമ്മൾ കിബിരിയത്തുൽ അഹ്മറിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. അവിടെ മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഫുതൂഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ രണ്ടാമത്തെ ബാബിലെ ഒരു വിഷയം ഇട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിലെ വിഷയം തുടങ്ങുന്നത്. ഒന്നാമത്തെ ബാബിൽ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വിഷയത്തിൽ മഹാനവറുകൾ കൊണ്ടുവരുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ വിശദീകരണമാണ്. ആ ആയത്ത് ഏതാ? വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം ശിഅർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, കവിതയുടെ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ യംബഗി ലഹു, അത് മുത്തുനബിയുടെ പദവിക്ക് യോജിച്ചതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവിക്ക് യോജിക്കാത്തത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവിതയുടെ സ്വഭാവം നാം ചെയ്തിട്ടില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. ഇവിടെ ഇബ്നു അറബി തങ്ങളുടെ വീക്ഷണകോണിൽ ഇബ്നു അറബി തങ്ങൾ ഇതിന് നൽകിയതായ വിശദീകരണമാണ് നമ്മളുടെ ചർച്ച. മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയാണ്, ഇന്ന ഷിഅറ, ഇവിടെ പറഞ്ഞ ഷിഅർ കവിത എന്നുള്ളത്, കവിതക്കൊരു സ്വഭാവമുണ്ട്. അത് മഹല്ലുൽ ഇജ്മാൽ, ചുരുക്കി പറയുന്ന സ്ഥലമാണ് കവിത. അതായത് വിശദീകരിക്കാതെ പൊതുവായി പറയുക അല്ലെങ്കിൽ അവ്യക്തമായി പറയുക എന്നുള്ളതാണ് ഏതിന്റെ സ്വഭാവം? കവിതയുടെ സ്വഭാവം. അതുപോലെ വല്ലുഹ്സി, കടങ്കഥ, അവ്യക്തമായ സംസാരം, നേരിട്ട് മനസ്സിലാക്കാത്ത രീതിയിലുള്ള പ്രയോഗം, ഇതുപോലെ കടങ്കഥാപരമായ പ്രയോഗമാണ് കടങ്കഥയായിരിക്കും ഷിഅറിന്റെ സ്വഭാവം, കവിതയുടെ സ്വഭാവം. അതുപോലെ വർ റംസി, അതുപോലെ സൂചിപ്പിച്ച് പറയുക, വ്യക്തമാക്കാതെ സൂചന നൽകി പറയുക. അതുപോലെ ഒത്തൗരിയത്തി, ഒരു പദം പറഞ്ഞിട്ട് വേറൊന്ന് ഉദ്ദേശിച്ചിട്ട് മറച്ചു പിടിച്ച് പറയുക. ഇതൊക്കെയാണ് ഷിഅറിന്റെ സ്വഭാവം, കവിതയുടെ സ്വഭാവം. ഈ കവിത ആർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതായത് ഐ മാ റമസനാലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാം സൂചനാപരമായി സംസാരിച്ചിട്ടില്ല. അള്ളാഹു പറയാണ്, ഇഷ്ടപ്പെട്ട ഒരാളോട് ഒരിക്കലും ചെയ്യില്ലല്ലോ, സൂചിപ്പിച്ച് പറയോ, ഉള്ളത് കാര്യം തുറന്നാണ്ട് പറയും, അങ്ങനെയല്ലേ പറയല്. അതാണ് മാ റമസനാലി മുഹമ്മദിൻ വമാ അല്ലംനാഹു ശിഅറന്റെ അർത്ഥം പറഞ്ഞുതരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം സൂചനാപരമായിട്ട് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. വലാ ലഹസ്നാഹു, നാം കടങ്കഥാപരമായ സംസാരവും മുത്തുനബിയോട് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. വലാ ഖാതബ്നാഹു ബിശൈഇൻ, മുത്തുനബിയോട് ഒരു കാര്യം സംസാരിക്കുകയും വനഹ്നു നുരീദു ശൈഅൻ ആഖറ, അതുകൊണ്ട് വേറെ ഒന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുക, അങ്ങനെ മറ പിടിച്ച് പറയുക, അങ്ങനെയും നാം മുത്തുനബിയോട് സംസാരിച്ചിട്ടില്ല. അതുപോലെ വലാ അജ്മൽനാ ലഹുൽ ഖിതാബ ബിഹൈസു ലം യഫ്ഹംഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് ചുരുക്കി പറയുക, അവ്യക്തമാക്കി പറയുക, ഈ രീതിയിലുള്ള സംസാരവും മുത്തുനബിയോട് നാം സംസാരിച്ചിട്ടില്ല. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കവിയാക്കി എന്നുള്ളതല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് കവിതയല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് വഹിയാണ്. വഹിയാവുമ്പോ അതിൽ സൂചനാപരമായ വാക്കുണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ കടങ്കഥാപരമായത് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ മറ പിടിച്ച് പറയാൻ പാടില്ല, അതുപോലെ തന്നെ അവ്യക്തമാക്കിയിട്ട് പറയാൻ പാടില്ല, വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഈ രീതിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കവിതയുടെ സ്വഭാവത്തിൽ നാം മുത്തുനബിയോട് സംസാരിച്ചിട്ടില്ല. അത് മുത്തുനബിയുടെ പദവിക്ക് യോജിക്കാത്തത് കൊണ്ട് ആ രീതിക്ക് നാം സംസാരിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
തിരിഞ്ഞോ? അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന നബിയ്യു ലാ കദിബ അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ പാടിയിട്ടില്ലേ? അത് കവിതയല്ല. കവിത എന്ന് പറയുമ്പോൾ കടങ്കഥയും മറ്റുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, പിന്നെ സൂചനാപരമായും അതുപോലെ തന്നെ അവ്യക്തപരമായിട്ടൊക്കെ എന്ത് ചെയ്യണം, സംസാരിക്കണം. ഇത് ഒരു പാപമാണ് എന്നാണ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുറൂദായിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അവിടെ കാണാലോ, ഖദംതുഹു ബിമദ്ഹിൻ നസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മളാ ഫിൽ ഖദമി വശ്ശഅരി. രാജാക്കന്മാരുടെ സന്നിധിയിൽ പോയിട്ടിട്ട് നമ്മൾ കവിത പാടും. എന്നിട്ട് അവരെ കുറിച്ച് ഇല്ലാത്തതും അതുപോലെ തന്നെ കടങ്കഥാപരമായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവ്യക്തമായിട്ടും എന്ത് ചെയ്യും, അവരിൽ ഇല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ പാടി പുകഴ്ത്തുമായിരുന്നു, കവിത ആലപിക്കുമായിരുന്നു. അതൊക്കെ എന്റെ പാപത്തിന്റെ കാലഘട്ടമായിരുന്നു, ദോഷത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് എഴുതിയിട്ടിന്റെ ദോഷങ്ങളൊക്കെ എന്ത് ചെയ്യണം, പൊറുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ ബുർദ രചിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത്. അപ്പോ കവിതയുടെ സ്വഭാവം ഈ പറയുന്ന രീതിയിലാണുള്ളത്. എന്ത്, കവിതക്കൊരു സ്വഭാവമുണ്ട്. ഇതേപോലെ അവ്യക്തമായിട്ട് പറയുക, കടങ്കഥകൾ പറയുക, അതുപോലെ തന്നെ സൂചിപ്പിച്ച് പറയുക, അല്ലെങ്കിൽ ഒന്ന് ഉദ്ദേശിച്ച് ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ഉദ്ദേശിക്കുക. ഈ രീതിക്കുള്ള സ്വഭാവങ്ങളാണ് കവിതക്കുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ആർക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഇതിന്റെ ആശയം എന്ന് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നതായ വിജ്ഞാനമനുസരിച്ച് ഞാൻ പറയുന്നു. ഇബ്നു അറബിന്റെ വിജ്ഞാനം കശ്ഫിലൂടെയും മഅരിഫത്തിലൂടെയും ലഭിച്ചതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയാണോ വിജ്ഞാനം ലഭിച്ചത്, ആ വിജ്ഞാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഇങ്ങനെ ഇടപെടാറില്ല എന്ന് പറഞ്ഞു തരികയാണ്. കാരണം അത് തന്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് മഹാനവറുകൾ എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നത്. തിരിഞ്ഞോ? എന്നിട്ട് മഹാനവറുകൾ ഇത് പറഞ്ഞിട്ട് ഇമാം ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വിഷയാസ്പദമായി ഫുതുഹാത്തുൽ മക്കിയയിൽ മഹാനവറുകൾ വാചാലമായി സംസാരിക്കുന്നുണ്ട്, വിശാലമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ വഖാല ഫീഹി, നമ്മളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്. അതെന്താ? അഖല്ലു ദറജാത്തി അഹ്ലിൽ അദബി മഅൽ ഖൗമി, സൂഫിയാക്കളോടൊപ്പം അദബ് പാലിക്കുന്ന ആളുകളുടെ ഏറ്റവും കുറഞ്ഞ പദവി, മഹാന്മാരോടൊപ്പം അദബ് പാലിക്കുന്ന ആളുകൾ, അവരോട് അദബോടുകൂടെ നിൽക്കേണ്ടവരാണ്. അവരുടെ ഏറ്റവും കുറഞ്ഞ പദവി എന്തെന്നാറോ? ഏറ്റവും കുറഞ്ഞത്. അതിനെക്കാട്ടിയും താഴെയാണെങ്കിൽ ഏറ്റവും വലിയ അധപ്പതിച്ചവനാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ ഏറ്റവും കുറഞ്ഞ പദവി അത്തസ്ലീമു ലഹും, അവർക്ക് സമർപ്പിതരാകുക എന്നുള്ളതാണ്. അവർ ഫീമാ യഖൂലൂന, അവർ പറയുന്ന വിഷയങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കേവലം ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ കേവലം ഈ ഭൗതികപരമായതായ ചിന്ത കൊണ്ട് മാത്രം അതിനെ വിലയിരുത്തിയിട്ട് അതിനെ എതിർക്കാൻ വേണ്ടി നിൽക്കരുത്. അവർ നമ്മളെക്കാളും എത്രയോ ഉൾക്കാഴ്ചയുള്ളവരാണ്, അതനുസരിച്ച് അവർ പറഞ്ഞതാണ് എന്ന നിലക്ക് അതിനെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ, അവരോട് അദബുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും കുറഞ്ഞ പദവി. എന്നാ വഅലാഹ, സൂഫിയാക്കളോട് അദബുള്ളവരാണ് എന്നവരുടെ ഏറ്റവും ഉന്നതമായ പദവി ഏതാ? അതും കൂടി മനസ്സിലാക്കണല്ലോ. അത് അൽ ഖത്ഉ ബിസിദ്ഖിഹിം, അവർ സത്യസന്ധരാണെന്ന ഉറച്ച ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ്. അവർ പറഞ്ഞതിൽ അവർ സത്യസന്ധരാണ്. സത്യസന്ധമല്ലാത്ത ഒന്നും അവരിൽ നിന്നിട്ട് എന്ത് ചെയ്യൂല, വരൂല. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലതെന്നോവർ എന്ന വിശ്വാസമുള്ളവരാണോ സൂഫിയാക്കളെ കുറിച്ച് നമ്മൾ? എന്നാ അവരിൽ നിന്നിട്ട് ഹക്കല്ലാത്ത, സത്യമല്ലാത്ത ഒന്ന് വരൂല എന്ന് വിശ്വസിക്കലാണ് മഹാന്മാരെ കുറിച്ച്, സൂഫിയാക്കളെ കുറിച്ച്. ഇതാണ് ഏറ്റവും ഉന്നതമായ പവർ. ആ പവറിലേക്ക് എത്താൻ എന്താണ്? ആ പവറിലേക്ക് എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ. മനസ്സാണ്ട് അംഗീകരിച്ചു തരൂല. അവിടെയാണ് സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, അത്തസ്ദീഖു ബി ത്വരീഖത്തിനാ ഹാദിഹി വിലായ, നമ്മളുടെ ഈ മാർഗത്തെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെ ഒരു വിലായത്തിന്റെ പദവിയാണ്. ആര് പറയാ? സൂഫിയാക്കളുടെയും കർമ്മശാസ്ത്ര പണ്ഡിതരുടെയും നേതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പൊ ഉന്നതമായ പദവി എന്ന് പറയുന്നത് അവർ പറഞ്ഞത് സത്യസന്ധമാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. വമാ അദാ ഹാദൈനിൽ മഖാമൈനി, ഈ രണ്ട് അടിസ്ഥാനങ്ങൾക്ക് പുറമേ ഉള്ളത്, മഹാന്മാരോടൊപ്പം അദബ് പാലിക്കുന്നവരാണ് നമ്മൾ. ചിലവര് പറയും നമ്മളും മഹാന്മാരൊക്കെ അംഗീകരിക്കുന്നവർ തന്നെയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പുറത്ത് പറഞ്ഞതിനൊന്നും എന്ത് ചെയ്യൂല, അംഗീകരിക്കൂല, എതിർക്കും ചെയ്യും.
എന്നിട്ട് അത് ബാക്കിയുള്ളവരുടെ ഇടയിൽ ഫിത്തിനി ഉണ്ടാക്കും. ഈ രീതിക്കുള്ള ശൈലികളൊക്കെ ചില ആളുകളാണ്. ഇതൊക്കെ നിഷ്പക്ഷമായി നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. ഇതാരും ചീത്ത പറയാനോ ആരെയും എതിർക്കാനോ ഒന്നല്ല. ഒരു ആത്മീയമായ ഒരു ഹക്കായ ഒരു 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 റൂട്ട് ഇസ്ലാമിയത്തിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത്. ഒരാളെയും കൊച്ചാക്കാനോ ഒരാളെയും ചീത്ത പറയാനൊന്നല്ല. മഹാന്മാർ കാണിച്ചു തന്ന ആ വ്യക്തമായ ഒരു റൂട്ടിലേക്ക് നമ്മൾ വരണം. നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. ഇസ്ലാമിന് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. സങ്കുചിതമായ ചിന്താഗതിയിലൂടെ നടക്കരുത്. നാം നമ്മെ തന്നെ തിരിച്ചറിയണം. നമ്മളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അതിന് എന്ത് വേണം എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. വേറെ ഉദ്ദേശമൊന്നും ഇതിലെന്തില്ല ഇല്ല. വേറൊരാളെ പോയി ചീത്ത അറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. മനസ്സിലായോ? അതുകൊണ്ട് വമാ അദാ ഹാദൈനിൽ മഖാമൈനി, ഈ രണ്ട് അടിസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമല്ലാത്ത ഏതൊരു കാര്യവും, അതായത് മഹാന്മാരോടൊപ്പം അദബ് പാലിക്കേണ്ട ആളുകളിൽ ഏറ്റവും കുറഞ്ഞത് അവർ പറഞ്ഞതിനെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതും, ഏറ്റവും ഉന്നതമായ ദറജ അവർ പറഞ്ഞത് സത്യസന്ധമാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ നിൽക്കുക എന്നുള്ളതുമാണ്. ഇത് രണ്ടും അല്ലാത്ത ഒന്ന് ഫഹിർമാനുൻ, ആത്മീയപരമായ നഷ്ടമാണ്. ഭൗതികപരമായ നഷ്ടമാണെന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുക ചർച്ച വരെ. പക്ഷെ ആത്മീയപരമായ നഷ്ടമാണ്. ഒരു ആസ്വാദന ലോകത്തിലൂടെ, ഒരു അനുഭവ ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല. ഒരു അറിവിന്റെ ലോകത്തിലൂടെ ഇങ്ങനെ പോകാം. അറിവിന്റെ ലോകം വിട്ട് അനുഭവ ലോകത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്റ്റെപ്പ്, ഈ പറയുന്ന രണ്ട് അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഒന്ന്, സൂഫിയാക്കൾ പറഞ്ഞ കാര്യത്തെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക, എതിർക്കണ്ട. രണ്ടാമത്തത്, ഏറ്റവും ഉന്നതമായ ദറജ അവർ പറഞ്ഞ കാര്യം സത്യസന്ധമാണ് എന്ന് ഉറപ്പിക്കുക. ഈ രണ്ട് ബോധതലത്തിൽ നിന്നാ മതി. ഈ രണ്ട് ബോധതലത്തിൽ നിൽക്കാത്ത ആളുകൾക്കാണ് ആത്മീയപരമായ തടസ്സങ്ങളും അനുഭവ ലോകങ്ങളും ഒന്നും ഉണ്ടാകാത്തത്. അറിവുകൾ ഉണ്ടാകും, അതിലിവിടെ തർക്കമൊന്നുമില്ല. അത് ആർക്കും ഉണ്ടാക്കിയെടുക്കുക. അറബി ഗ്രാമർ പഠിച്ച ഏതൊരാൾക്കും അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് മുസ്ലിം ആകണമെന്നില്ല. മനസ്സിലായോ? വഖാല ഫീഹി, എന്നിട്ട് മഹാനവറുകൾ അതിൽ പറയാണ്, അൽ ഖിലാഫു ലാ യസിഹു ഇൻദനാ വലാ ഫീ ത്വരീഖത്തിനാ. ഇബ്നു അറബി തങ്ങൾ പറയാണ്, നമ്മളുടെ അടുക്കലും നമ്മളുടെ മാർഗത്തിലും അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. അത് പറ്റൂല, ഉണ്ടാവൂല. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മളുടെ ഇടയിൽ ഉണ്ടാകുകയേ ഇല്ല. കാരണം ലി അന്നൽ കുല്ല യൻദുറൂന കുല്ല ഷൈഇൻ ബി ഐനിഹി, നമ്മൾ സൂഫിയാക്കളായ ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യത്തെയും അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് അനുസരിച്ച് കാണുന്നവരാണ്. ഓരോ വസ്തുവിനും ഒരു ഹക്കായിക്കുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പ്രശ്നമില്ല. ഇവരവിടെ നിർത്തിയതിന്റെ പിന്നിലുള്ള ഹക്കീക്കത്ത് എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി. എന്നെ നിർത്തിയതിന്റെ പിന്നിലുള്ള ഹക്കീക്കത്ത് എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെ നിർത്തിയതിന്റെ പിന്നിലുള്ള ഹക്കീക്കത്ത് എന്താണ് അത് നിർത്തിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഓരോ വസ്തുവിന്റെയും ഹക്കീക്കത്തുകളെ, ഓരോ വസ്തുവിന്റെയും യഥാർത്ഥ സ്വഭാവത്തെ ഇവർ നോക്കിക്കാണുന്നത് കൊണ്ട് സൂഫിയാക്കൾക്കിടയിലോ സൂഫി മാർഗത്തിലോ അഭിപ്രായ വ്യത്യാസമില്ല. മറിച്ച് അതിനെ നോക്കിക്കണ്ട, അതായത് ഒരേ വീക്ഷണകോണിൽ നോക്കിക്കണ്ടവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വമിൻ ഹുന ഖാലു, ഇതുകൊണ്ടാണ് സൂഫിയാക്കൾ പറഞ്ഞത് അൽ കാമിലു, പരിപൂർണനായ ഒരാള്. ഞാൻ പരിപൂർണനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒക്കെ പരിപൂർണവാന്മാരാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, യുക്കന്നാ ബി അബിൽ ഉയൂൻ, പല കണ്ണുകളുടെ പിതാവ് എന്ന പേരിലാണ് കാമിലീങ്ങൾ അറിയപ്പെടുന്നത്. പല കണ്ണുകളുള്ളവരുടെ പിതാവ്. കണ്ടോ, ഒരു കണ്ണല്ല, തിരിഞ്ഞോ? അക്കലിനൊരു കണ്ണുണ്ട്. നമ്മളുടെ അക്കലിന് ബുദ്ധിക്കൊരു കണ്ണുണ്ട്. തിരിഞ്ഞോ? ആ ബുദ്ധിയുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാ. കോഴിക്കോട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോ കോഴിക്കോട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പോയി കണ്ട ആ ബുദ്ധിയുടെ കണ്ണുകൊണ്ടാ. ഇപ്പൊ നമ്മൾ കാണുന്നത് ബുദ്ധിയുടെ കണ്ണുകൊണ്ടാ. കോഴിക്കോട് പോയി കാണുമ്പോൾ ഈ കണ്ണുകൊണ്ടാ കാണുന്നത്. മനസ്സിലായോ? ഇനി ഇതൊന്നും അല്ലാത്തവരെന്ത് ചെയ്യുക, അവിടെ പോകാതെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, കാണുന്നൊരു കണ്ണുണ്ട്. അതാണ് കൽബിന്റെ കണ്ണ്. ഇനി അതിന്റെ അപ്പുറത്ത് റൂഹിന്റെ കണ്ണ് എന്ന് പറഞ്ഞൊരു കണ്ണുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള കണ്ണുകളൊക്കെ ലഭിച്ച ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഈ പിന്നെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവിടെയാണ് കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ടു പറഞ്ഞോവർ. ഇങ്ങനെ ഓരോ വസ്തുവിന്റെയും ഹക്കീക്കത്ത് അവർ ഒരു വീക്ഷണകോണിലൂടെ കണ്ടവരല്ല,
പല വീക്ഷണകോണിലൂടെ കണ്ടതുകൊണ്ട് ഞങ്ങളെടുക്കൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഖുർആനിൽ അവ്യക്തതയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവ്യക്തമായി തോന്നുന്നത് നമ്മൾക്ക് ഒരു വീക്ഷണകോണ് മാത്രം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഖുർആനിൽ മുജമലായ ആയത്തുകളും മുഫസ്സലായ ആയത്തുകളും ഇല്ലേ? വ്യക്തമായ ആയത്തുകളും അതുപോലെ തന്നെ അവ്യക്തമായ ആയത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഉണ്ട്. മനുഷ്യന്റെ ബോധതലത്തിലേക്കാണ് ഖുർആന്റെ ഖിതാബ് പോകുന്നത്. എല്ലാ ബോധതലവും ഒരുപോലെയല്ല. അതിൽ മുജമലായതുണ്ടാവും, മുഫസ്സലായതുണ്ടാവും, വ്യക്തമായതുണ്ടാവും, അവ്യക്തമായതുണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ പറയുന്ന രീതിയിലേക്കാണ് ഖുർആനിന്റെ കൽപ്പനകൾ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അബുൽ ഉയൂനായ പല കണ്ണുകളുള്ളവരുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാമിലായ ഒരാളായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ മുജ്മല് മുഫസ്സൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കേന്ദ്രത്തിൽ വരുന്നതിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനെ പല വീക്ഷണകോണുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ പല കണ്ണുകളുള്ളവരായി മാറണം. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ പല കണ്ണുകളുള്ളവർ പല വീക്ഷണകോണിലൂടെ പറഞ്ഞു തന്നതിനെ ഒരു കണ്ണിലൂടെ മാത്രം നോക്കിക്കണ്ട് എതിർക്കേണ്ടതില്ല. അതിൽ ഏറ്റവും ചുരുങ്ങിയത് അവർ പറഞ്ഞതിനെ അവരിലേക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് ഉറച്ച ബോധ്യത്തിൽ നിൽക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ആശയം ഇതാണ്, ഈ രീതിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഇനി കണ്ണുകളെ കൊണ്ട് ഹക്കിനെ കാണാൻ പറ്റുമോ, ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിലേക്കാണ് കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.